ടെറൻസ് ആർവെൽ ജാക്സൺ, കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ, ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് എയർബോൺ, അമേരിക്കയിൽ നിന്നുള്ള ആളാണ്. ധാക്കയിൽ വെച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് 31 ദുരൂഹമായ സാഹചര്യത്തിൽ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി. മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്മൾ അത് കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തായിരുന്നു. ഇന്ത്യക്കും മോദിക്കും എതിരായിട്ടുള്ള നീക്കമായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് ഇയാൾ വന്നത്. ശരിക്കും അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്? അതിൻ്റെ ഓരോ ദിവസം കഴിയും തോറും ഇയാളുടെ ടെറൻസ് ആർവെൽ ജാക്സൻ്റെ ദുരൂഹ മരണം കൂടുതൽ അത് സംബന്ധിച്ച് മിസ്റ്ററീസ് വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൊന്നും വാർത്ത വന്നിട്ടില്ല. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലും പടിഞ്ഞാറൻ മാധ്യമങ്ങളിലുമൊക്കെ അമേരിക്കയുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എലീറ്റ് ആണ്, എയർബോൺ ആണ്, വ്യോമാക്രമണമൊക്കെ നടത്തുന്ന സംഘത്തിലെ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ കൊല്ലപ്പെട്ടിട്ട് അമേരിക്ക എടുത്ത നിലപാടുകൾ വല്ലാത്ത സംശയം ഉണ്ടാക്കുന്നു. അമേരിക്ക ഉരുണ്ട് കളിക്കുകയാണ്. അതിനു മുമ്പ് മറ്റൊന്ന് കാര്യം കൂടെ പറയും. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നൊരു കാര്യം, ഇയാൾ ധാക്കയിലെ ഗുൽഷൻ എന്ന് പറയുന്ന വെസ്റ്റിൻ ഹോട്ടലിലെ 808 നമ്പർ മുറിയിലാണ് ഓഗസ്റ്റ് 31 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച നിലയിൽ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ബോഡി ഫുൾ ന്യൂഡായിരുന്നു, നഗ്നമായ നിലയിലാണ് കണ്ടത്. അതിൻ്റെ ഓട്ടോപ്സി നടത്താനായിട്ട് സമ്മതിച്ചില്ല. അമേരിക്കൻ എംബസി പറഞ്ഞ് തൊട്ടു പോരുത്, ആ മുറിയിലെ കാര്യം കയറി പോരെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളുടെ ജഡവും അമേരിക്കൻ സംഘം വന്നു, ജഡം ഉൾപ്പെടെ ആ മുറിയിലുണ്ടായിരുന്നത് ഇയാളുടെ ഒരുപാട് പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാമായിട്ട് പോയി. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അതുകൂടാതെ മറ്റൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ധാക്കയിൽ ഒരു ലാർജ് സെൻസിറ്റീവ് കാർഗോ വന്നു. വലിയൊരു കാർഗോ ബൈ എയർ വിമാനത്തിൽ കൊണ്ടുവന്നിറക്കി. അതായത് അമേരിക്കൻ ചരക്ക് വിമാനത്തിൽ വലിയൊരു കാർഗോ വന്നു. എന്താണെന്ന് അറിയില്ല. ഈ കാർഗോ ആയിട്ട് വന്നത് ഈ ഡയറക്ടർ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻസിൻ്റെ ഡയറക്ടറായിട്ടുള്ള സിൻ എലേൻ അലക്സാൻഡ്രിയ സ്ട്രഡർ എന്ന് പറയുന്ന അതിൻ്റെ ടീം ലീഡർ നേരിട്ടാണ് ഈ വിമാനമായിട്ട് വന്നത്. അതായത് അമേരിക്കയുടെ സപ്ലൈ ചെയിൻ കാർഗോയൊക്കെ കൈകാര്യം ചെയ്ത ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ സ്ത്രീയാണ് എലൻ അലക്സാൻഡ്രിയ സ്ട്രൈഡർ. അവരും വന്നിരുന്നു. ഇവരെക്കുറിച്ച് പറയുന്നത് കോമ്പാക്റ്റ് മിഷൻ സപ്പോർട്ട് കമാൻഡർ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അതായത് യുദ്ധം നടക്കുമ്പോൾ കോമ്പാക്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ആക്രമണ പദ്ധതി, അതിന് സപ്പോർട്ട് ചെയ്യുന്ന കമാൻഡറാണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക് ഡയറക്ടർ. അവർ വന്നിറങ്ങി വലിയൊരു കാർഗോയുമായിട്ട് വന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പാകിസ്ഥാനിൽ വന്നിറങ്ങിയത് നമുക്ക് മനസ്സിലാക്കാം. തുർക്കിയുടെ വിമാനങ്ങളൊക്കെ പാകിസ്ഥാൻ ആയുധം കൊടുക്കാൻ വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ വന്നിറങ്ങി. അപ്പോൾ അമേരിക്കൻ യുദ്ധ ചരക്ക് വിമാനം വന്നിറങ്ങുന്നു. അതിലൊരു ലാർജ് സെൻസിറ്റീവ് കാർഗോയാണ് അത് വന്നിറങ്ങി. അതിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ നേരിട്ട് വന്നു. എന്തായിരിക്കും വന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇന്ത്യയുടെ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി ഭാഗത്തെ വളരെ 20 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു പ്രദേശം, അത് കട്ട് ചെയ്ത ഇന്ത്യയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. മുഹമ്മദ് യൂനിസ് ചൈനയിൽ പോയി പറഞ്ഞതാണ്, ഞങ്ങളാണ് കടലിൽ ഞങ്ങളുടെയിലാണ്, ഞങ്ങൾ വിചാരിച്ചാൽ ചിക്കൻ നെക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനൊരു പ്രസ്താവന മുഹമ്മദ് യൂനിസ് നടത്തിയിരുന്നു. ആ ബംഗ്ലാദേശിലെ തലസ്ഥാനത്തേക്കാണ് ഈ സംഘം വരുന്നത്. എന്നിട്ട് ഇവർ താമസിച്ചത് ഈ ടെറൻസ് ആർവെൽ ജാക്സൺ താമസിച്ച അതേ ഹോട്ടലിലാണ്, വെസ്റ്റിൻ ഹോട്ടലിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലുകളിലൊന്നാണ് ഈ വെസ്റ്റിൻ ഹോട്ടൽ. അപ്പോൾ ഈ ടെറൻസ് ആർവെൽ ജാക്സൺ ഒറ്റയ്ക്കല്ല വന്നത്. അയാൾ വന്നതിന് കൂടെ ഒരു വലിയ കാർഗോ വന്നിട്ടുണ്ട്. ആ കാർഗോയോടൊപ്പം ഈ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നോക്കേണ്ടത്, ആദ്യം ഈ ജാക്സൺ ആദ്യം വന്നതായിട്ട് പറയുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വന്നു. ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചു. ബിസിനസ്സിൽ നിന്നാണ് പറയുന്നത്. 4 മാസമായിട്ട് ഇയാൾ അവിടെ ഉണ്ട്, ബംഗ്ലാദേശിലുണ്ട്, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ സൈന്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നത്, അതും സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ കമാൻഡിൻ്റെ ഇൻസ്പെക്ടർ ജനറലായിട്ടുള്ള ഒരാൾക്ക് വേറെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പ്രധാനപ്പെട്ട അയാളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ചില മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ അയാൾ സർവീസിലുണ്ട്, 50 വർഷമായി, 2 വർഷം കൂടെ ഞാൻ സൈന്യത്തിൽ തുടരാൻ താല്പര്യപ്പെടുന്നു എന്ന് ലിങ്ക്ഡിനിൽ ഇയാൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ കഴിഞ്ഞ 20 വർഷമായിട്ട് സൈന്യത്തിലാണ്, 2 വർഷം കൊണ്ട് ജോലി ചെയ്ത് അതിനുശേഷം എനിക്ക് വിരമിക്കണം എന്നാണ് അയാൾ ലിങ്ക്ഡിനിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലുണ്ട്. അയാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല പട്ടാളക്കാരന്.
അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ബിസിനസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ രഹസ്യ മിഷനൊക്കെ പോകുന്ന ഈ സൈന്യം മറ്റ് ഏജൻസികളൊക്കെ ഒരു കവർട്ട് വർക്കാണ്. അതായത് രഹസ്യ ജോലികൾ, അവർ വേറെ ജോലിയൊക്കെ ചെയ്യുന്നതായിട്ട് പറയും, ബിസിനസ്സുകാരാണെന്ന് പറയും, അല്ലെങ്കിൽ കച്ചവടക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ ഇയാൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ഇനി വെസ്റ്റിൻ ഹോട്ടലിൽ ഇയാൾ ഓഗസ്റ്റ് 29 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്തതായിട്ടാണ് പറയുന്നത്. അമേരിക്കൻ എംബസി നേരിട്ടാണ് വെസ്റ്റിൻ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇയാൾ യഥാർത്ഥത്തിൽ ചെക്ക് ഇൻ ചെയ്തത് ഓഗസ്റ്റ് 27 ഹോട്ടൽ അധികൃതർ പറയുന്നു. 28 ഇയാൾ അവിടുന്ന് ഈ വെസ്റ്റിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. 29 പുറത്തു പോയി. 30, 31 തീയതികളിൽ പുറത്ത് പോയിട്ടേ ഇല്ല, റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. റൂം നമ്പർ 808 തന്നെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ റൂം തുറന്ന്, മുട്ടി വിളിച്ച് തുറന്നില്ല. അപ്പോൾ അവർ കീ ഉപയോഗിച്ച് തുറന്നു. കാരണം അവരുടെ ധാരണ ചിലപ്പോൾ ഹൗസ് കീപ്പിങ്ങിന് വരുന്നവരെ അറിയില്ലല്ലോ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവർ മുട്ടി വിളിച്ച് തുറന്നില്ല. അപ്പോൾ അവരുടെ കയ്യിലുള്ള കീ കൊണ്ട് അവർ ക്ലീൻ ചെയ്യാൻ അവർക്കൊരു മാസ്റ്റർ കീ ഉണ്ടാവും. അതിട്ട് മുറി തുറന്നപ്പോൾ ഇയാൾ നഗ്നനായി മരിച്ചു കിടക്കുകയാണ്. ഇവരുടനെ ഹോട്ടലിനെ അറിയിച്ചു. ഹോട്ടലിൽ വന്ന് നോക്കി. അവർ ബുക്കിംഗ് അമേരിക്കൻ എംബസിയിൽ നിന്നാണ്, അവിടുത്തെ കോൺടാക്റ്റ് അവരുടെ ആയതുകൊണ്ട് അവിടെ അറിയിച്ച പറഞ്ഞു തൊട്ട് പോരുത്, ഒരാളും അകത്തേക്ക് കയറരുത് എന്നാണ് കിട്ടിയ നിർദ്ദേശം. ബംഗ്ലാദേശ് പോലീസിനെ അറിയിച്ചു. പോലീസിനും നിർദ്ദേശം കിട്ടി, ഒരൊറ്റയാളും അങ്ങോട്ട് കയറാൻ പാടില്ല, ആ മുറി ലോക്ക് ചെയ്തിട്ടേക്കുക. അങ്ങനെ ഒരാളോടും ഈ വിവരം പുറത്തു പറയാനും പാടില്ല എന്നുള്ള നിർദ്ദേശം വന്നു. രാത്രി ഉച്ച കഴിഞ്ഞാണ് മരണം നടക്കുന്നത്. രാത്രി ഒരു 12:30 ആയപ്പോൾ അമേരിക്കൻ സംഘം വന്നു. ഒരു 3 പേരുള്ള എംബസി സ്റ്റാഫാണ്. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ സെക്യൂരിറ്റി ടീമുണ്ട്, മെഡിക്കൽ സ്റ്റാഫൊക്കെ ഉണ്ട്. അവർ വളരെ പെട്ടെന്ന് രാത്രി 12:30, അതായത് വൈകുന്നേരം ഉണ്ടായ മരണം ഉണ്ടായിട്ട് അതുവരെ ലോക്ക് ചെയ്തിടാൻ പറഞ്ഞു. എന്നിട്ട് രാത്രി 12:30 ഈ ബോഡി നീക്കുന്നത്. കാരണം ഹോട്ടലിൽ നിന്ന് ഒരു ബോഡി എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പം മറ്റുള്ളവർ ശ്രദ്ധിക്കും. എങ്ങനെ രഹസ്യമായിട്ട് ഒരാളുടെ മൃതദേഹം കൊണ്ടുപോകാൻ പറ്റില്ല. ആംബുലൻസ് കയറ്റി കൊണ്ടുപോകാൻ ആരെങ്കിലുമൊക്കെ അറിയാതിരിക്കാൻ വേണ്ടി 12:30 മണിക്ക് വന്നിട്ടാണ് ഈ ബോഡി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ അയാൾക്കൊപ്പം നിരവധി സ്യൂട്ട് കേസുകളുണ്ട്, അതും കൊണ്ടുപോയി. അതിനുശേഷം ഇത് നോർത്ത് ഈസ്റ്റ് ബംഗ്ലാദേശിലെ പത്രങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു. നോർത്ത് ഈസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ പ്രസിദ്ധമായ ഒരു വാർത്താ ഏജൻസി ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, നോ കമൻസ് എന്നാണ് പറഞ്ഞത്. ഇവർ അമേരിക്കൻ എംബസിയായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല. പിന്നീട് അവർ പറയുന്നു നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിലെ ആരും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിന് മാത്രമല്ല, പിന്നീട് ഈ ജാക്സന്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് അപ്രത്യക്ഷമായി, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കമാൻഡിൽ ഞങ്ങൾക്ക് ഇവിടെ താല്പര്യം, ബംഗ്ലാദേശിൽ ഞങ്ങൾക്കൊരു ഓപ്പറേഷനും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ ഇവർ പറയുന്നുണ്ട്, ഹോട്ടൽ ജീവനക്കാർ പറയുന്നതായിട്ട് ഈ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്, നോർത്ത് ഈസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇതിനു മുമ്പ് യൂണിഫോമിൽ, അമേരിക്കൻ പട്ടാളത്തിൻ്റെ യൂണിഫോമിൽ 4-5 പേർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെ വിളിക്കുന്ന, ഈ സ്പെഷ്യൽ ഫോഴ്സിനെ വിളിക്കുന്നത് നൈറ്റ് സ്റ്റാൽക്കേഴ്സ് എന്നാണെന്നും ഇവർ പറയുന്നു. അപ്പോൾ ഇവർ ക്വസ്റ്റ്യനെയർ വാർത്താ ഏജൻസി അമേരിക്കൻ എംബസിക്ക് അയച്ചു കൊടുത്തു. ഇയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണം. ഒരു മറുപടി ഉണ്ടായിട്ടില്ല, നോ കമൻസ് എന്നുള്ള മറുപടിയാണ് വന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരാൾ അമേരിക്കൻ്റെ ഒരു പ്രത്യേക ദൗത്യ സംഘത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ വേഷം മാറി അവിടെ ഉണ്ടെന്ന് ഇന്ത്യൻ ഏജൻസികൾക്ക് അറിയാമായിരുന്നു. ഇന്ത്യൻ ഏജൻസികൾക്ക് അറിയാവുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അട്ടിമറി നടത്തുക, ഇന്ത്യൻ ഭരണ നേതൃത്വത്തിലുള്ള പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ അസാസിൻ ചെയ്യുക, അതിനു വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന ഒരു സംഘമാണ് ഇതെന്ന് കരുതുന്നു. പക്ഷേ പിന്നീട് ഇയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് അമേരിക്കയ്ക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അല്ലെങ്കിൽ ഇയാളെ കൊന്നതാണെങ്കിൽ കൊന്നവർക്ക് മാത്രം അറിയാം. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഈ അമേരിക്കയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് റാഖിൻ മേഖല, അത് മ്യാൻമറിലെ റോഹിംഗ്യൻ കലാപകാരികൾ കഴിയുന്ന റൈക്കിൻ, അവിടെയാണ് ഈ മറ്റേ അരക്കൻ ആർമിയൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ റൈക്കിൻ മേഖലയിൽ നിന്ന് ബംഗ്ലാദേശിലേക്കൊരു കോറിഡോർ അനുവദിക്കണം. സ്വതന്ത്രമായി അവിടെ നിന്ന് ഒരു പാസേജ്, കടന്നു പോകാനുള്ള പാസേജ് ബംഗ്ലാദേശ് അനുവദിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ട പ്രകാരം മുഹമ്മദ് യൂനിസ് പ്രഖ്യാപിച്ചു. ഉടനെ ബംഗ്ലാദേശിലെ കരസേനാ മേധാവി ബാക്കർ ഉസ് സമാൻ പറഞ്ഞു,
നോ ബ്ലഡി കോറിഡോർസ്. അങ്ങനത്തെ ഒരു കോറിഡോറും അനുവദിക്കുന്ന പ്രശ്നമില്ല, പട്ടാളം സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ധാക്കയിലെ ഒരു തുറമുഖത്തിൻ്റെ പ്രശ്നം, ധാക്ക തുറമുഖം വിട്ടുകൊടുക്കുക. പിന്നെ ഇത് രണ്ടും നടക്കത്തില്ല എന്ന് പറഞ്ഞു. രണ്ടും അബോർട്ട് ചെയ്തു. അതിനെ ബംഗ്ലാദേശ് പട്ടാളം ഷൂട്ട് ചെയ്തു എന്നാണ് വാർത്താമാധ്യമങ്ങൾ പറഞ്ഞത്. ഈ പദ്ധതി അവർ പൊളിച്ചു. കാരണം ഒരു നോ ബ്ലഡി കോറിഡോർ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് സ്വതന്ത്രമായി ബർമ്മ വഴി, ബംഗ്ലാദേശ് വഴി ഇന്ത്യ ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് സ്വതന്ത്രമായി കടന്നു പോകാനുള്ളൊരു പാതയാണ് ഈ കോറിഡോർ എന്ന് പറഞ്ഞത്. പക്ഷേ ബാക്കർ ഉസ്മാൻ പറഞ്ഞു ഒരു കാരണവശാലും ബംഗ്ലാദേശ് സൈന്യം സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് യൂനസിന് ഇത് മടക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ത്യ വളരെ ശക്തമായി എതിർത്തിരുന്നു. ഇങ്ങനെ ഒരു കോറിഡോർ വന്നാൽ അവിടെ അമേരിക്കൻ സേനയുടെ സാന്നിധ്യം ഉണ്ടാവും. അമേരിക്കൻ സേനയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നതിന് ഇന്ത്യക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ബംഗ്ലാദേശിലെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ ചില ഇടപെടലുകൾ നടത്താൻ താല്പര്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ലാർജ് സെൻസിറ്റീവ് കാർഗോ വന്നത്, എന്താണ് അതെങ്ങോട്ട് പോയി, പിന്നെ അതിനകത്ത് എന്താ ഉണ്ടായിരുന്നത്, എന്താ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ ഒരു റിജീം ചേഞ്ചിന് വേണ്ടിയിട്ട് അമേരിക്ക നടത്തിയ ഒരു ഓപ്പറേഷൻ ഒരു പാളിപ്പോയ എപ്പിസോഡായിട്ടാണ് ഈ ജാക്സന്റെ മരണത്തെ കാണുന്നത്. ജാക്സൺ എങ്ങനെ മരിച്ചു എന്നതിന് ഉത്തരവില്ല. പക്ഷേ ജാക്സൺ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓഗസ്റ്റ് 31. ഓഗസ്റ്റ് 31 ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോയത്. ചൈനയിൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ, ചൈന, റഷ്യ സമ്മിറ്റ് നടക്കുക. അപ്പം SCO സമ്മിറ്റ് ആണെങ്കിലും അതിനിടയ്ക്ക് ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നിട്ട് അമേരിക്കയുടെ ഈ താരിഫ് നയത്തെ എങ്ങനെ പൊളിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മൂന്നുപേർക്കും അമേരിക്കയ്ക്കെതിരെ ഒന്നിച്ച് നിൽക്കാമെന്നുള്ള ആലോചനകളാണ് നടന്നത്. ആ ദിവസം തന്നെ മോദിയെ അട്ടിമറിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് വന്ന ഒരു അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു സേനാ മേധാവി ഓഗസ്റ്റ് 31 തന്നെ മരിച്ചു. അതിനകത്ത് ആരുടെ പങ്കാണ് അതിലുള്ളത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്കയ്ക്കറിയാം. അമേരിക്കയുടെ പല ശ്രമങ്ങളും പാളിപ്പോയിട്ടുണ്ട്. അതിൽ പാളിപ്പോയ ഒരു ഓപ്പറേഷനാണോ ഇത് ക്ലാസിഫൈഡ് ഇൻഫർമേഷനാണ്. അത് ഒരിക്കലും അമേരിക്ക പറയാൻ പോകുന്നത്. അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആരും മരിച്ചിട്ടില്ല എന്നാണ് അമേരിക്ക മറുപടി പറയുന്നത്. ഇയാളെ എടുത്തുകൊണ്ട് പോകുന്നു, ഇയാളുടെ ബോഡി, ഇയാളുടെ ചിത്രം, ഇതെല്ലാം ഹോട്ടൽ അധികൃതർ ബംഗ്ലാദേശിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇയാൾ ഔദ്യോഗികമായി മരിച്ചു എന്ന് പറയാൻ പോലും അമേരിക്ക തയ്യാറാകുന്നില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് എന്തോ ഓടിക്കാനുണ്ട്? മോദിയെ ലക്ഷ്യം വെച്ച് അമേരിക്കയുടെ ഒരു സംഘം ഒരു ഇന്ത്യൻ ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് വന്നിരുന്നു. അത് ഇന്ത്യൻ ഏജൻസികൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ ഏജൻസികൾ അബോർട്ട് ചെയ്തോ ഈ പദ്ധതി നടപ്പാക്കാൻ വന്ന ആളെ ന്യൂട്രലൈസ് ചെയ്തോ? ഇതാണ് ഇപ്പോൾ ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യം. ഇതൊക്കെ പണ്ട് മൊസാദ് ചെയ്യായിരുന്നു. അവരെ ഉന്നം വെച്ച് ആരെങ്കിലും തൊട്ടടുത്ത രാജ്യത്ത് വന്നിരുന്നാൽ മിക്കവാറും അയാളുടെ ടെലഫോൺ എടുക്കുമ്പോൾ ടെലഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചു പോകും. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിളക്കം വന്ന് ചത്തുപോകും, കാരണം വിഷം ഉള്ളിൽ ചെല്ലും. അതുപോലെ ഇന്ത്യയിൽ ഓപ്പറേഷൻ വന്ന ഒരാൾ മാസങ്ങളായി അവിടെ ഒരു കവേർട്ട് ഓപ്പറേഷൻ നടത്തി വ്യാജ പേരിൽ അവിടെ നടത്തി, എന്നാൽ അമേരിക്കയുടെ എല്ലാ സന്നാഹങ്ങളും ചെയ്ത് ദുരൂഹമായ ഒരു കാർഗോയും വന്ന് അതെല്ലാം കൂടെ കരുതി കാത്തിരുന്ന ഒരാൾ ഇന്ത്യയിൽ മോദിയെ അട്ടിമറിക്കാൻ അസാസിനേഷനാവാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബംഗ്ലാദേശ് മോഡൽ കലാപം ഉണ്ടാക്കാനാവാം. ഈ കലാപകാരികൾക്ക് കൊടുക്കാനുള്ള ആയുധമോ പണമോ ആയിരിക്കാം ഈ സെൻസിറ്റീവ് കാർഗോയിൽ വിമാനത്തിൽ വന്നിറങ്ങിയത്. അതെപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നാലോചിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അങ്ങ് എസ്കലേറ്റ് ചെയ്യുന്നു, അതൊരു യുദ്ധത്തിലേക്ക് മാറി. ആ സമയത്ത് ബംഗ്ലാദേശിൽ നിന്നൊരു അറ്റാക്ക് ഇങ്ങോട്ടുണ്ടാകുന്നു. അതിന് വേണ്ടുന്ന ആയുധങ്ങളടക്കമുള്ള സാധനമാണോ ഢാക്കയിൽ വന്നിറങ്ങിയത്? ഒരു കലാപകാരികളെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ആയുധം കൊടുക്കുക. പണ്ട് മുക്തി ബാഹിനി എന്ന് പറഞ്ഞ് നമ്മളിതാ ചെയ്തത്. പാകിസ്ഥാനിലെ കിഴക്കൻ പാകിസ്ഥാനിൽ കലാപം ഉണ്ടായപ്പോൾ ഇന്ത്യൻ പട്ടാളം മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള മുക്തി ബാഹിനിക്ക് ആയുധം കൊടുത്തു. ഇന്ത്യൻ പട്ടാളക്കാർ പോലും കള്ളിമുണ്ട് കൊടുത്ത് ഈ മുക്തി ബാഹിനിയുടെ ഭാഗമായിട്ട് സമരത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്ക് നേരെ ഒരാക്രമണം, അതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ടാർഗറ്റായിരുന്നിരിക്കാം. അതിനെ ഇന്ത്യക്ക് വേണ്ടി ആരോ ന്യൂട്രലൈസ് ചെയ്തു എന്ന കഥയ്ക്കാണ് ഇപ്പോൾ വലിയ പ്രചാരമുണ്ടാകുന്നത്. ഇതൊക്കെ കോൺസ്പിറസി തിയറിയാണ്. അപ്പോൾ മോദിയെ ലക്ഷ്യം വെച്ച് വന്ന അമേരിക്കൻ സേനാ മേധാവികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട ആളുടെ ഒരു തെളിവും ബാക്കി വെക്കാതെ ജഡവും ഉൾപ്പെടെ അമേരിക്ക കൊണ്ടുപോയി. അമേരിക്ക ഇപ്പോൾ അങ്ങനെ ഒരാൾ മരിച്ചു എന്ന് പോലും സമ്മതിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ ഓഗസ്റ്റ് 31 ഗുൽഷനിലുള്ള വെസ്റ്റിൻ ഹോട്ടലിലെ 808 നമ്പർ മുറിയിൽ നടന്നത് ഒരു അജ്ഞാതൻ്റെ ഇടപെടലാണോ? അതോ ഈ അജ്ഞാതൻ
ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വാക്കർ ഉസ്സമാൻ ഇന്ത്യൻ അനുകൂലിയായിട്ടുള്ള ബംഗ്ലാദേശി പട്ടാള മേധാവിയാണ്. ഇനി ബംഗ്ലാദേശി പട്ടാളത്തിൻ്റെ ഒരു രഹസ്യ ഓപ്പറേഷനാണ്. ഏതായാലും പരിക്ക് പറ്റിയത് അമേരിക്കയ്ക്കാണ്, നഷ്ടം വന്ന അമേരിക്കയ്ക്കാണ്. ഇന്ത്യക്കെതിരെയുള്ള ഒരു ഓപ്പറേഷനെ വിദഗ്ധമായി അബോർട്ട് ചെയ്തു. അതൊരു വലിയ ദുരൂഹത, വലിയ കടങ്കഥയായി ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെല്ലാം ഇംഗ്ലീഷ് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ നിന്നുള്ള മാധ്യമങ്ങളിലൊക്കെ നിരന്തരം ചർച്ചയാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഇതാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഒരു അപ്ഡേറ്റാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകർക്ക് കൈമാറാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.